എങ്ങനെയൊക്കെ നമ്മൾ സന്തോഷത്തിലെത്താം, എങ്ങനെയൊക്കെ ആനന്ദത്തോടു കൂടി ദുനിയാവിന്റെ മുകളിലൂടെ നമുക്ക് ജീവിക്കാമെന്ന് നമ്മളിങ്ങനെ സന്തോഷത്തോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വഴികൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആരും തന്നെ അറിയാതെ പോകുന്ന ചില നന്മകളുണ്ട്, നമ്മൾ ഒരിക്കലും തന്നെ മനസ്സിലാക്കാതെ പോകുന്ന ചില നന്മകളുണ്ട്. ആ നന്മകളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. ആ നന്മയുടെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് ഖൈർ ലഭിക്കുന്നത്, അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനാകേണ്ടത് അവന്റെ ജീവിതത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ എന്റെ പ്രിയമുള്ളവരെ. അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സഹാബാ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മയിലേക്ക് വളരുന്നവരാകണേ സഹാബ, എന്റെ പ്രിയമുള്ളവരെ എന്നവിടെ അതാ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതായിക്കൊണ്ട് അതാ അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണല്ലോ, നമ്മോട് പറയുകയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മോട് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ആയി മാറേണ്ട കാര്യമാണല്ലോ, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ടത് ആവശ്യമാണല്ലോ. പടച്ച തമ്പുരാനിലേക്ക് നമുക്ക് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് അടുക്കാൻ കഴിയുമോ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതുപോലെ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടതുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രത്തിൽ കാണുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഇബ്രാഹിം നബിയെ നിങ്ങൾ സുന്നത്ത് കല്യാണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്ന് 80 വയസ്സാണല്ലോ. ഇത് കേൾക്കേണ്ട താമസമതാ, ഇത് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പടച്ചുറപ്പേ തന്റെ കയ്യിലൊരു മഴ വിരിക്കുകയാ. ആ മഴ എടുത്തുകൊണ്ട് പടച്ചുറപ്പേ ആ മഴ എടുത്തുകൊണ്ട് അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തമായിട്ട് അവിടുന്ന് ശേലാകർമ്മം നടത്തുകയാണല്ലോ. പടച്ചുറപ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമല്ലേ, എങ്ങനെയാ ചെയ്യാതിരിക്കുക, എങ്ങനെയാ ചെയ്യാതിരിക്കുക. അതാ ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാ, ഇബ്രാഹിം നബിയെ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അതാ ജിബ്രീൽ വന്ന് നോക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വല്ലാതെ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണല്ലോ. ശരീരത്തിൽ മുഴുവൻ രക്തം ഇങ്ങനെ പുരണ്ടി കിടക്കുകയാണോ. അതാ ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നയാള്, നബിയേ, ഇബ്രാഹിം നബിയെ ഒരു സാപകം നിറവേറ്റണല്ലോ, അല്ലെങ്കിൽ ഞാനും അള്ളയും തമ്മിൽ പിന്നെ എന്താണ് ബന്ധമുള്ളത്? എന്റെ അല്ലാ
അല്ലാഹു എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിറവേറ്റണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നതാ പറയുകയാ, ഇതെന്റെ ഉമ്മ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഉണരുക എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഇന്നഹും യുസാരിഊന ഫിൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിലേക്ക് ഏറ്റവും കൂടുതൽ ഉണരുന്നവനാകണേ, നിങ്ങൾ നന്മയിലേക്ക് ഏറ്റവും കൂടുതൽ ഉണരുന്നവരാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് നന്മ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു യുദ്ധം ഇങ്ങനെ കടന്നു വരികയാണല്ലോ. പടച്ചുറപ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം കടന്നു വന്നിരിക്കുന്നു. സഹാബ, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ആളുകളെ റസൂലുള്ള ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സഹാബത്തുണ്ടല്ലോ. പടച്ചുറപ്പേ അവിടുന്ന് പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് സഹാബത്തിനെ തെരഞ്ഞെടുക്കുമ്പോ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഇവിടെ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണല്ലോ സഹാബ. വല്ലാത്ത പരിമളമാണ് സഹാബ, സ്വർഗത്തിന്റെ വല്ലാത്ത സുഗന്ധമുണ്ടെന്ന് പറയുമ്പോ പടച്ചുറപ്പേ മഹാനായ ഉമേർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. പടച്ചുറപ്പേ അവിടുന്ന് പടച്ചുറപ്പിന്റെ മുത്തുനബിയുടെ സംസാരം കേട്ടിട്ടോ അല്ലാഹ് അവിടെ നിന്നിങ്ങനെ ചിരിക്കുകയാണല്ലോ. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണല്ലോ. റസൂലുള്ള ചോദിക്കുന്നു, ഉമേറെ എന്തിനാ ചിരിക്കുന്നത്, എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ സംസാരം കേട്ടിട്ടാ ചിരിക്കുന്നത്. ഇവിടെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. പടച്ചുറപ്പേ സന്തോഷം കൊണ്ട് ചിരിച്ചു പോവുകയാണ് സഹാബ് നബിയെ, സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് നബിയെ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അല്ലാഹുവേ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും ഒരുങ്ങാൻ പറയുമ്പോ യുദ്ധം ഇങ്ങനെ തുടങ്ങുകയാ. ഉമൈർ റളിയല്ലാഹു തന്റെ കയ്യിലിരിക്കുന്ന ഈത്തപ്പഴം അവിടെ വെച്ചിട്ട് പറയുകയാണ്, ഈ ഈത്തപ്പഴം തിന്നുന്ന സമയം കൊണ്ട് എനിക്ക് പടച്ചു തമ്പുരാന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമല്ലോ. ഒരു ശഹീദായി കൊണ്ട് പച്ചക്കിളകളെ പോലെ എനിക്ക് ഇവിടെ നിന്ന് പറന്നു പോകാമല്ലോ എന്നിവിടുന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമൈർ റളിയല്ലാഹു തആല ത്തിലേക്കുള്ള ഉളരെ എന്ന് പറയുന്നത് നന്മയിലേക്കുള്ള ഏറ്റവും വലിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് കടന്നു വരലേ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സഹാബത്ത് പണിയെടുത്തത്. ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് പണിയെടുത്തത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, സഹാബ, അല്ലാഹുവിന്റെ ദീനിന് ഒരുപാട് സമ്പത്ത് ആവശ്യമുണ്ട് സഹാബ. പടച്ച തമ്പുരാന്റെ ദീനിന് വേണ്ടിയിട്ട് സമ്പത്ത് ആവശ്യമുണ്ട് സഹാബ. ആരാണ് കൊണ്ടുവരിക? നിങ്ങളുടെ വീട്ടിനകത്തുള്ള സമ്പത്ത് കൊണ്ടുവരുമോ? നിങ്ങളുടെ വീട്ടിനകത്തുള്ള പടച്ചുറപ്പേ നിങ്ങളുടെ കുടുംബയിലുള്ള സമ്പത്ത് പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവരുവോ? ഇതവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണല്ലോ. ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
പടച്ചറബേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ എന്റെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അല്ലാഹുവേ സിദ്ദീഖ് തങ്ങളും അതാ ഓടുകയാണല്ലോ. പടച്ചറബേ ഓരോ സഹാബത്തും ഇത് കേൾക്കണ്ട അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ പടച്ചറബേ അവിടുന്ന് ഒരു ആഗ്രഹം കടന്നു വരികയാണല്ലോ. ഏത് സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് മുമ്പിലാകാറുള്ളത്. ഒരു ദാനം ചോദിച്ച, ഒരു നന്മ പറഞ്ഞ, ആരാണ് ചെയ്തതെന്ന് ചോദിച്ച അവിടുന്ന് സിദ്ദീഖ് തങ്ങൾ എണീറ്റ് നിൽക്കുമായിരുന്നല്ലോ. ഒരു നന്മയുടെ കാര്യത്തിൽ പോലും പടച്ചുറപ്പേ സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കാൻ ഒരു സഹാബത്തിന് സാധ്യമല്ല. അവിടെ നിന്നതാ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചുറപ്പേ തന്റെ മനസ്സിനകത്ത് വിചാരിക്കുകയാണ്, തന്റെ മനസ്സിനകത്ത് വിചാരിക്കുകയാണല്ലോ, എനിക്ക് ഈ പ്രാവശ്യം മുത്തുനബിയുടെ മുമ്പിലോ അള്ളാന്റെ മുമ്പിൽ പടച്ചുറപ്പേ ഏറ്റവും കൂടുതൽ മുമ്പിൽ ഇന്ന് എനിക്ക് നിൽക്കണമല്ലോ, എനിക്ക് നിൽക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പേ തന്റെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം എടുത്തിട്ടോ അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പുറത്തിറങ്ങുകയാണ്. ഉമർ തങ്ങൾ വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പേ കടന്നു വരികയാ. സിദ്ദീഖ് തങ്ങളുടെ കൈ നോക്കുമ്പോ പടച്ചുറപ്പേ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ, ചെറുതായിട്ട് എന്തോ ഒരു വസ്തു മാത്രമാണല്ലോ. അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവേ ഇന്ന് എനിക്ക് തന്നെ മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുമേൽപ്പിക്കാൻ പോകുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ളവനായിട്ടോ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവനായിട്ട് എനിക്ക് മാറണമല്ലോ എന്നവിടുന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന പടച്ചുറപ്പേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ പടച്ചുറപ്പേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ്. അതാ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്, നീ എന്താണ് ബാക്കി വെച്ചത്? അവിടുന്ന് പറയുന്നു, നബിയേ എനിക്കുള്ളത് മാത്രം ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണല്ലോ. പടച്ചുറപ്പേ അല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ സിദ്ദീഖ് തങ്ങളെ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഇത് ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അവിടുന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലുമല്ലാതെ ഈ സിദ്ദീഖിന്റെ വീട്ടിലൊന്നുമില്ല നബിയേ, ഈ സിദ്ദീഖിന്റെ വീട്ടിലൊന്നും തന്നെ ഇല്ലല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ എന്നവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണല്ലോ. പടച്ചുറപ്പേ ഇത് കേട്ടിട്ട് റസൂലുള്ളാഹി പറയുകയാ, സിദ്ദീഖിന്റെ ജീവിതം കണ്ടിട്ട് പഠിക്കണേ. സിദ്ദീഖ് തങ്ങളുടെ ജീവിതമുണ്ടല്ലോ അല്ലാഹുവിന് വേണ്ടിയിട്ട് മാത്രം ജീവിതത്തെ മാറ്റിവെച്ചവരാ. പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് മാത്രം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാണ് ഉമ്മ പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഒരു കാര്യം പഠിപ്പിച്ചപ്പോ, പരിശുദ്ധ ദീനിൽ ഒരു കാര്യം പറഞ്ഞപ്പോ അവിടുന്ന് മുന്നും പിൻപും ഒന്നും നോക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിയും, എങ്ങനെയാണ് ദീനിൽ ഏറ്റവും ഒന്നാമനായിട്ട് എനിക്ക് മാറാൻ കഴിയുന്നത് എന്നവിടുന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രംഗത്തിറങ്ങുകയാണല്ലോ. അതല്ലേ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ നാളെ പരലോകത്ത് എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനാരാ, അത് എന്റെ സിദ്ദീഖാ. ഞാനും സിദ്ദീഖ് തങ്ങളും ഇങ്ങനെയാണെന്ന് പടച്ചുറപ്പേ ഒപ്പമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു. ഏറ്റവും കൂടുതൽ പടച്ച തമ്പുരാനെ അറിയുന്നവരാകണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.
നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പടച്ചറപ്പേ നീ ഞങ്ങളെ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഒരു വിഷമവും നീ തരല്ലേ അല്ലാ. ഇരുലോക വിജയികളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് നന്മയിലേക്ക് ഉളരുന്നവരാകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ജീവിതത്തിൽ നമ്മളും ആകേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി ഇതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് പഠിപ്പിച്ചത്. ദീനിലേക്ക് നമ്മൾ ഉളരുന്നവരാകുക, ഏറ്റവും കൂടുതൽ അടുക്കുന്നവരാകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു ചരിത്രമാണ്. ജീവിതത്തിൽ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഭർത്താവിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് ഉസ്താദേ എൻ്റെ ജീവിതം ഇന്ന് വല്ലാത്ത ക്ഷീണത്തിലാണ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുക. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, നമുക്കറിയാം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചറബ്ബേ, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിലെ റാണിയാണ് ഫാത്തിമ. പടച്ചറബ്ബേ, ഓരോ സ്ത്രീകൾക്കും പടച്ചറബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അലി റളിയല്ലാഹു തആല അൻഹു, പടച്ചറബ്ബേ രണ്ടുപേരും വിവാഹിതരായല്ലോ. അല്ലാഹുവേ പടച്ചറബ്ബേ, അലി റളിയല്ലാഹു തആല അൻഹു ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണല്ലോ. അല്ലാഹുവേ, വലിയ സമ്പന്നനല്ല, ഒരുപാട് സമ്പത്തൊന്നും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലെടുക്കാനില്ല. പടച്ചുറപ്പേ ആട്ടുക്ക് പടച്ചുറപ്പേ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലി എന്ന് പറയുന്നത് അല്ലാഹുവേ മരുഭൂമിയിലൂടെ കടന്നു പോയിട്ട് പുല്ലുകളെ ശേഖരിച്ചിട്ടോ ഒട്ടകങ്ങൾ വളർത്തുന്നവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നവനാണല്ലോ. അതാണ് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലിയാകുന്നത്. അതാ പടച്ചു തമ്പുരാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഹാനാ. അല്ലാഹുവിന്റെ റസൂലിനോട് അത്രത്തോളം വലിയ സ്നേഹം കൊണ്ട് നടന്ന മഹാനാ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലിയാരി തങ്ങളോട് അത്രത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ പൊന്നുമോളെ വിവാഹം ചെയ്തു കൊടുത്തല്ലോ. പടച്ചറബ്ബേ, എത്രയോ സമ്പന്നരായ ആളുകൾ മുത്തുനബിയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. എത്രയോ സൗന്ദര്യമുള്ള ആളുകൾ മുത്തുനബിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ.
അവർക്കും നല്ല റസൂലുള്ള മുത്തുനബിയുടെ പൊന്നുമോളെ വിവാഹം ചെയ്തു കൊടുത്തത് പടച്ച റബ്ബേ അലി റളിയല്ലാഹു തആല അൻഹുവിനാ റബ്ബേ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ പറയുന്ന ചരിത്രമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ചരിത്രമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണല്ലോ. അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിനകത്ത് വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ, വല്ലാത്ത പ്രയാസമാ. രണ്ടുപേരും അവിടുന്ന് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പടച്ചറബ്ബേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിനകത്ത് ജോലി ചെയ്തിട്ടോ പടച്ചറബ്ബേ അവിടുന്ന് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്, വല്ലാതെ ക്ഷീണിതയായിട്ട് മാറിയിരിക്കുകയാ. പടച്ചറബ്ബേ അവിടുന്ന് വല്ലാതെ പ്രയാസമാണ്. ആട്ടുകല്ലിങ്ങനെ ആട്ടിയിട്ടോ പടച്ചറബ്ബേ രണ്ട് കൈയും ഇങ്ങനെ പൊട്ടിയിരിക്കുകയാ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ പോയിട്ട് ഫാത്തിമ ബീവി പടച്ച റബ്ബേ തന്റെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫാത്തിമ പിതാവിന്റെ അടുത്തേക്കൊന്ന് ചെല്ലണേ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന പടച്ച റബ്ബേ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കയ്യിലുള്ള അടിമകളുണ്ടല്ലോ, അടിമകളെ നിനക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ലല്ലോ, അതുകൊണ്ടൊന്ന് ചെല്ലണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിടുകയാണല്ലോ. ആ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചറബ്ബേ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വേണ്ടി കടന്നു ചെല്ലുകയാണോ. കടന്നു ചെല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. റസൂലുള്ളാഹിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയതാണല്ലോ. പടച്ചറബ്ബേ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ പടച്ചറബ്ബേ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മ എന്റെ കൈയൊന്ന് കണ്ട ഉമ്മ, വല്ലാത്ത വേദനയാണ് ഉമ്മ. ആട്ടുകല്ല് പിടിച്ചിട്ടോ എന്റെ കൈതാ വിണ്ടിരിക്കുകയാണല്ലോ, എന്റെ കൈ പൊട്ടിയിരിക്കുകയാണല്ലോ. റസൂലുള്ള വന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, എനിക്ക് വേണ്ടിയിട്ടൊരു വേലക്കാരിയെ തരാൻ വേണ്ടിയിട്ടൊന്ന് പറയണേ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോട് പടച്ചുറപ്പേ സങ്കടത്തോട് കൂടിയിട്ട് വന്നിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചുറപ്പേ വന്നയുടനെ അതാ പടച്ചുറപ്പേ പ്രിയപ്പെട്ട ഭാര്യ അവിടെ പറയുകയാണല്ലോ, അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ, നമ്മുടെ പൊന്നുമോള് ഫാത്തിമ വന്നിരിക്കുകയാ. ആ പൊന്നുമോളുടെ കൈ കണ്ടിട്ടോ എനിക്ക് തന്നെ വല്ലാത്ത വേദനയായി, എനിക്ക് തന്നെ വല്ലാത്ത വിഷമമായി. ഒരു അടിമയെ ചോദിച്ചുകൊണ്ടാണ് പൊന്നുമോള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നോ, നമ്മളെല്ലാവരും പോകുന്നത് തന്റെ ഉമ്മാന്റെ മുമ്പിലേക്കോ തന്റെ വാപ്പാന്റെ മുമ്പിലേക്കോ. ആര് തന്നെ കൈവിട്ടാലും പടച്ചുറപ്പേ അവര് കൈവിടില്ലല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിനകം അവർ തരുമല്ലോ. പടച്ചുറപ്പേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുറപ്പെട്ടത്. അതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇതങ്ങ് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പടച്ചുറപ്പേ അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയോ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരികയോ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അലിയേ പെണ്ണുമോള് ഫാത്തിമ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ, പടച്ചുറപ്പേ വിരിപ്പിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതേപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ. പടച്ചുറപ്പേ അവിടുന്ന് റസൂൽ അതേ വിരിപ്പിനവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് പറയുക,
റബ്ബേ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചോദിച്ചറിയുകയാ. എന്നിട്ട് അവിടുന്ന് റസൂലുള്ള പറയുകയാ, ഫാത്തിമ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാലോ, ഫാത്തിമ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ടോ, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടോ, ഭർത്താവിന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടോ, നിന്റെ വീട്ടിനകത്ത് നീ ചെയ്യുന്ന ഓരോ നന്മകളുണ്ടല്ലോ, പടച്ചുറപ്പെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടോ, അവർക്ക് വെള്ളം കൊടുത്തിട്ട്, അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ട്, ഒരു തുള്ളി വിയർപ്പുമ്മ നിങ്ങളുടെ ശരീരത്തിൽ നിന്നെങ്ങാനും ഒറ്റിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് നരകം കെടുത്താനുള്ള വെള്ളത്തുള്ളിയാണല്ലോ അത്. നിങ്ങളുടെ ഓരോ വിയർപ്പ് തുള്ളിയുണ്ടല്ലോ, പകരം അല്ലാഹു സ്വർഗം തരുകയാണ്. പടച്ചുറപ്പേ വീട്ടിനകത്ത് കയറി വന്നിട്ടോ പാപ്പ പറയുകയാണ്, മകളെ കുറച്ച് വെള്ളം ഇങ്ങ് കൊണ്ടാ. ഭർത്താവ് പറയുകയാണ്, മോളെ കുറച്ച് വെള്ളം ഇങ്ങ് കൊണ്ടാ. മക്കള് പറയുമല്ലോ, ഉമ്മ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തരുവോ, ഞങ്ങൾക്ക് ഭക്ഷണം തരുവോ. ജോലിക്ക് പോകുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ജോലിക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ടോ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ, ഭർത്താവിന്റെ വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ, ആ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ പടച്ചുറപ്പേ ഓരോ ഉമ്മമാർക്കും ഓരോ സ്ത്രീകൾക്കും അല്ലാഹു തആല പകരം സ്വർഗം നൽകുകയാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കിട്ടോ, നിന്റെ ഭർത്താവിന്റെ വീട്ടിനകത്ത് നീ പണിയെടുത്തോ, അല്ലാഹ് നിനക്ക് പ്രതിഫലം തരും. ഉമ്മ ഒരു പുരുഷന് പോലും അല്ലാഹു കൊടുക്കാത്ത പ്രതിഫലമാണല്ലോ, ഒരു പുരുഷന് പോലും അല്ലാഹു തആല കൊടുക്കാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് മനസ്സിലാക്കണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിനകത്ത് കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കണേ. അവള് രാവിലെ എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഒരു ഒഴിവുമില്ലല്ലോ പ്രിയപ്പെട്ട വാപ്പ, ഒരു ഒഴിവുമില്ലല്ലോ ആ ഉമ്മമാർക്ക്. എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിന്റെ ഉമ്മ, എന്റെ ഭർത്താവിന്റെ പടച്ചുറപ്പേ പ്രിയപ്പെട്ട മക്കള്, അതേപോലെ തന്നെ എന്റെ ഭർത്താവ് പടച്ചുറപ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ വീടോ അവിടെ വൃത്തിയായിട്ടില്ലല്ലോ, അവർക്ക് ഭക്ഷണം വേണമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ഉമ്മമാരാണെന്നറിയോ, എത്രയോ സഹോദരിമാരാണെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹ് നിങ്ങളെ വെറുതെയാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ. ഇതിനെല്ലാം തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. നിങ്ങൾ നീയത്ത് നന്നാക്കിക്കോ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നീയത്ത് എങ്ങനെയാണോ, നിന്റെ നീയത്ത് എങ്ങനെയാണോ അതുപോലെ നീ എന്ത് ചെയ്താലും നിനക്ക് അല്ലാഹ് പ്രതിഫലം നൽകുമല്ലോ. നീയത്ത് നന്നാകാതെ നമസ്കരിച്ചിട്ട് പോലും കാര്യമില്ലല്ലോ എന്ന പോലെ തന്നെയാണ് ഉമ്മ ഈ കാര്യം. നിന്റെ ജീവിതത്തിലോ നല്ല നീയത്തോട് കൂടിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് സേവനം ചെയ്തോ, അല്ലാഹ് നിന്നെ കൈവിടൂല, അല്ലാഹ് നിന്നെ കൈവിടില്ലല്ലോ. ആ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് എന്ത് തന്നെ ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായാലും പടച്ചുറപ്പ് നിന്നെ കൈവിടില്ലല്ലോ. ചെറിയ വിഷമങ്ങൾ നിനക്ക് തരും, അത് നിന്റെ പരീക്ഷണമാ. ഒരു കാലഘട്ടം കന്ന ഒരു സമയത്തുണ്ടല്ലോ നിന്നെ എല്ലാവരും അംഗീകരിക്കുകയാണ്, നിന്നെ എല്ലാവരും അവിടുന്ന് അംഗീകരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മ. അതുകൊണ്ട് അല്ലാഹനെ കൈവിടണ്ട, നീയത്ത് കൈവിടണ്ട. പടച്ചുറപ്പേ സ്വന്തം ഭാര്യയോട് മിണ്ടാതെ നടക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്നറിയോ, സ്വന്തം മക്കളോടും മിണ്ടാതെ നടക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്നറിയോ. ഭാര്യക്ക് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഭർത്താക്കന്മാര് മനസ്സിലാക്കിക്കോ, അവൾ നിന്റെ വീട്ടിലേക്ക് ഹിജ്റ വന്ന പൊന്നു പെണ്ണാണടോ. അവളുടെ ഉമ്മയെ മാറ്റി അവളുടെ വാപ്പാനെ
മാറ്റി നിർത്തിയിട്ട്, അവിടെ കൂടെ പിറപ്പുകളെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന പൊന്നു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നീ വേദനിപ്പിക്കുന്നവനാകാൻ പാടില്ല. ആ പൊന്നുമോളെ വേദനിപ്പിക്കുന്നവനാകാൻ പാടില്ല. ഒരുപാട് പ്രതീക്ഷകളുണ്ട് മോനെ നിന്റെ കൂടെ നിന്റെ ഭാര്യ പോരുമ്പോ. ഒരുപാട് പ്രതീക്ഷകളുണ്ടോ? നിന്റെ ഭാര്യ നിന്റെ കൂടെ ഇറങ്ങി പോരുമ്പോ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് അവളെ തളർത്താൻ പാടില്ല, അവളെ ഒരിക്കലും തന്നെ തളർത്താം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന പെണ്ണേ, ഭർത്താവിനെ മനസ്സിലാക്കണം ഉമ്മ, ഭാര്യയെ മനസ്സിലാക്കണം വാപ്പാ, ഭാര്യയെ മനസ്സിലാക്കണം വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചല്ലോ, നിന്റെ ഭാര്യയുമായിട്ടോ നിന്റെ ഭർത്താവുമായിട്ട് പിണങ്ങിയെങ്ങാനും ഭാര്യ കഴിഞ്ഞാൽ പടച്ചറബ്ബേ നിസാര കാര്യത്തിന്റെ പേരിലോ ഭാര്യയും ഭർത്താക്കന്മാരും രണ്ടായിട്ട് കഴിയുന്നുണ്ടല്ലോ. എത്രയോ ഭാര്യമാരാണ് പടച്ചറബ്ബേ സ്വന്തം വീടുകളിൽ പോയിട്ട് നിൽക്കുന്നത്, എത്രയോ ഭർത്താക്കന്മാരാണ് ഭാര്യമാരില്ലാതെ കഴിയുന്നത്. എന്തേ കാരണമെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? ഉമ്മാക്ക് ചിലപ്പോ പ്രശ്നങ്ങളാ, ഭർത്താവിന്റെ ഉമ്മാക്ക് ചില പ്രശ്നങ്ങളാ, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലെ പെങ്ങന്മാർക്ക് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവളെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം കാണപ്പെടുകയാണല്ലോ. അതേപോലെ തന്നെ നിസാര കാര്യങ്ങൾ ഭർത്താവിന്റെ അടുത്തുണ്ടാകാം. രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ കൊണ്ടുപോകാൻ കഴിയുന്നതേയുള്ളൂ. പക്ഷേ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ട് രണ്ടുപേരും ജീവിതത്തെ പടച്ചുറപ്പോ അല്ലാഹ് തന്ന നല്ല ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ ചെറുപ്പക്കാരോ, എത്രയോ സഹോദരിമാരാ. അതുകൊണ്ട് ഒരിക്കലും തന്നെ അല്ലാഹുവിനെ കൈവിടല്ല ഉമ്മ. അല്ലാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബ ജീവിതത്തെ തകർക്കുന്നവരായിട്ട് മാറരുത്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അതാവിടെ നിന്ന് പറയുകയാണ്, അതാവിടെ നിന്ന് പറയുകയാണല്ലോ, ഫാത്തിമ നിനക്ക് ഇതിനെക്കാളും ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് ആ മുറിവ് പറ്റിയ കൈ ഇങ്ങനെ പിടിച്ചിട്ടോ അവിടെ നിന്ന് പറയുകയോ, ഈ മുറിവ് പറ്റിയ കരങ്ങളുണ്ടല്ലോ, ഈ മുറിവ് പറ്റിയ കരങ്ങളുണ്ടല്ലോ, ഇതിനെക്കാളും വേദനയേറിയ സംഭവമല്ല പടച്ചറബ്ബേ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ സംഭവം ഉണ്ടല്ലോ, ഇത് ആത്മാർത്ഥമായിട്ട് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹ് നിനക്ക് സ്വർഗം തരുമല്ലോ. നിന്റെ ഭർത്താവിനെ നീ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹ് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ നിനക്ക് ഇതിന് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വേണോ? ഉന്നതമായ സ്ഥാനം വേണോ? അതോ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേലക്കാരിയെയാണോ വേണ്ടത്? അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ നാളെ പരലോകത്ത് വെച്ചിട്ടോ എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ മതി നബിയേ. ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ മതി നബിയേ. ആ കരങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാ, എന്നാ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാ. നീ നിന്റെ വിരിപ്പിൽ കിടക്കുകയാണല്ലോ, നിന്റെ വിരിപ്പിലേക്ക് നിന്റെ കട്ടിലിലേക്ക് നിന്റെ ജീവിതത്തിലോ ഒരു ദിവസത്തിൽ പൂർത്തിയായി പാതിരാ സമയത്ത് കിടക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ, ആ കിടക്കാൻ പോകുന്ന സമയത്തോ ആ വിരിപ്പിലേക്ക് നീ ചാഞ്ഞ് കിടക്കുന്നതിന്റെ മുമ്പ് പറയണേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം നീ പറയണേ, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയണേ, അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നീ നിന്റെ വിരിപ്പിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു.
കഴിഞ്ഞോ അല്ലാഹ് നിനക്ക് സ്വർഗ്ഗം തരുമല്ലോ. അല്ലാഹ് നിനക്ക് സ്വർഗ്ഗം തരുമല്ലോ. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും തന്നെ പിന്നെ പരാജയമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് നിനക്ക് വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പാതിരാ സമയത്ത്, ഇന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ, നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, നമ്മുടെ ബെഡിലേക്ക് നമ്മൾ തലവെക്കുന്ന സമയത്ത് ഈ 3 ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിക്കോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രത്യേകമായ കാവൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇത് മറക്കല്ല ഉമ്മ, ഇത് മറക്കല്ല ഉമ്മ. പടച്ചുറപ്പേ, ഇന്ന് പല മക്കളുമുണ്ടല്ലോ, ഇന്ന് പല മക്കളുമുണ്ടല്ലോ അല്ലാഹുവേ സിനിമയും സീരിയലും കണ്ടിട്ട് അല്ലാഹ് മൊബൈൽ ഫോണിലെ ചാർജ് എപ്പോഴാണോ തീരുന്നത് അപ്പോഴാണ് ഇന്ന് മൊബൈൽ ഫോൺ കടന്ന് കയ്യിൽ നിന്ന് വെച്ചിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർനെറ്റ് എപ്പോഴാണോ തീരുന്നത് അപ്പോഴാണ് പടച്ചുറപ്പേ പല മക്കളും ഇന്ന് മൊബൈൽ ഫോൺ വെച്ചിട്ട് കിടക്കുന്നത്. ഉമ്മാക്കറിയില്ലല്ലോ, വാപ്പാക്കറിയില്ലല്ലോ എന്റെ പൊന്നുമോൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും പടച്ചുറപ്പേ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ട രൂപത്തിൽ അതുപോലെ ശ്രദ്ധിക്കാൻ ഇന്ന് പ്രിയ ചില ഉമ്മമാർക്ക് കഴിയുന്നില്ല, ചില വാപ്പമാർക്ക് കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നാളെ നമ്മ കഴുത്ത് പിടിക്കും ഉമ്മ, നാളെ നമ്മ പിറകെ പിടിച്ചിട്ട് വലിക്കും വാപ്പ. ഈ നന്മകളാ പറയുന്നത്, ഈ നന്മകളാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പേ ഇന്ന് എത്രയോ ആളുകളതാ, ഇന്ന് എത്രയോ ആളുകളതാ പടച്ചുറപ്പേ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ എല്ലാരും സുഖനിദ്രയിൽ ആണ്ട് പൂണ്ട് കിടന്നിറങ്ങുമ്പോ ചില മക്കളൊക്കെ പടച്ചുറപ്പേ ഇന്ന് അങ്ങാടികളിലൂടെ കവലകളിലൂടെ നടക്കുകയാണല്ലോ. ഒരു ഉമ്മയും ചോദിക്കുന്നില്ല, ഒരു പാപ്പയും ചോദിക്കുന്നില്ല, എന്തേ മോനെ നീ വരാത്തതെന്നോ, എന്തുകൊണ്ടാണ് നീ വീട്ടിലേക്ക് സമയത്തിന് വരാത്തതെന്നോ. അതാവിടെന്നോ ഒരാളും തന്നെ ചോദിക്കുന്നില്ലല്ലോ, ഒരാളും തന്നെ ചോദിക്കുന്നില്ലല്ലോ. ഇതാണ് എന്റെ ഉമ്മ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ പരാജയപ്പെടുത്തല്ല അല്ലാ. അവരെ ഒരിക്കലും തന്നെ വിഷമിപ്പിക്കല്ല അല്ലാ. അവർക്ക് വേദനകൾ കൊടുക്കല്ല അല്ലാ. അവരെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നല്ല മക്കളിൽ പെടുത്തണേ അല്ലാ. പടച്ചുറപ്പേ മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട് റബ്ബേ. അവരുടെ മക്കൾക്ക് അല്ലാഹ് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ 2 നന്മകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച 2 നന്മകൾ പറയുകയാണ്. ഈ നന്മകൾ ഒരുത്തന്റെ ജീവിതത്തിൽ ഉണ്ടായ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവനിക്ക് സ്വർഗ്ഗം ഉറപ്പാണല്ലോ, അവനിക്ക് സ്വർഗ്ഗം ഉറപ്പാണല്ലോ. ഒന്നാമത്തെ നന്മ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നന്മകൾ കേട്ടാൽ അവിടുന്ന് ഒരുപാട് നന്മകൾ തന്റെ ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അതിലേക്ക് ധൃതിയിൽ നിങ്ങൾ ഉളരണേ, അതിലേക്ക് ധൃതിയിൽ നിങ്ങൾ കടന്നു പോകണേ എന്നോ അവിടുന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ?
ഏത് പ്രതിസന്ധി ഘട്ടം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും എന്റെ അള്ള എന്നെ കൈവിടില്ലല്ലോ, എന്റെ അള്ള എന്നെ കൈവിടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ, അള്ളാനോട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുക. ഈ രണ്ട് നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ രണ്ട് നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന്റെ വീടിന് വേണ്ടിയിട്ട് അവിടുന്ന് പടച്ച റബ്ബേ ഓരോ കഷ്ടപ്പാടുകളും സഹിക്കുന്നവരാണ്, സമയങ്ങൾ കണ്ടെത്തുന്നവരാണ്, വേദനകൾ സഹിക്കുന്നവരാണ്. ഊരവേദനയുണ്ട് എന്നാലും പടച്ച റബ്ബേ വീട്ടിലത്തെ ജോലി ആരെങ്കിലും മാറ്റിവെക്കോ? ഭർത്താവിന്റെ വീട്ടിലെ ജോലി ആരെങ്കിലും മാറ്റിവെക്കോ? ഇല്ല അല്ലേ? അതാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള സ്നേഹം, തന്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള സ്നേഹം. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഓരോ ഉമ്മമാരും ചെയ്യുന്ന നന്മയ്ക്ക്, ഓരോ വിയർപ്പ് തുള്ളിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു നമുക്ക് ആ പ്രതിഫലങ്ങൾ തരട്ടെ. നാമീൻ പറ. അല്ലാഹു നമുക്ക് ആ പ്രതിഫലങ്ങൾ നൽകട്ടെ. എന്തെല്ലാം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ആ പ്രതിഫലങ്ങൾ മുഴുവനും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുകയാണ്.